സാക്ഷരതാ യജ്ഞം നടക്കുന്ന കാലം കെ നായനാർ തൃശ്ശൂരിലെ ഒല്ലൂർ എന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്ന സമയത്തെ ഒരു സംഭവമാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നത്. ഈ പ്രസംഗം കേൾക്കാൻ വളരെ കൂടുതൽ ആൾക്കാർ തടിച്ചുകൂടിയുണ്ട്. പ്രത്യേകിച്ച് കെ നായനാരുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എല്ലാ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറം ഒരുപാട് ആളുകൾ കേൾക്കാനെത്തും. അദ്ദേഹത്തിൻ്റെ തനതായ ഫലിതബോധവും അദ്ദേഹത്തിൻ്റെ ചാട്ടുളി പോലെ കയറുന്ന ചില വിമർശനങ്ങളും ഒക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. പ്രസംഗമൊക്കെ കഴിഞ്ഞ നായനാർ സദസ്സിലുള്ള ആൾക്കാരോട് ചുമ്മാ ഇൻട്രാക്ട് ചെയ്യായിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വൃദ്ധ എഴുന്നേറ്റ് നിന്ന് നായനാരോട് പറഞ്ഞു, നായനാരേ, എനിക്ക് വയസ്സായെങ്കിലും അക്ഷരം എഴുതാൻ പഠിക്കാൻ വലിയ ആഗ്രഹമാണ്. പക്ഷേ എൻ്റെ ചേട്ടച്ചാർ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എന്തിനാണ് കുഴിയിലേക്ക് എടുത്തു വയ്ക്കാനുള്ള സമയത്ത് ഇനി അക്ഷരം പഠിക്കാൻ പോകുന്നെന്നാണ് അതിങ്ങനെ ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നായനാർ ചിരിച്ചു. എന്നിട്ട് അവരുടെ ഭർത്താവിനോട് ചോദിച്ചു, പെണ്ണുമ്പിള്ളയെ പഠിക്കാൻ വിടറൂ, അവർ പഠിച്ചാൽ നിനക്കെന്താ പ്രശ്നം? ഭർത്താവോടെ മറുപടി പറഞ്ഞു, അവരിപ്പം തന്നെ വലിയ വർത്തമാനക്കാരിയാണ്, ഇനി വായിക്കാനും എഴുതാനും കൂടി പഠിച്ചാൽ പിന്നെ എനിക്ക് മനസ്സമാധാനം കിട്ടുമോ സഖാവേ എന്ന് ചോദിച്ചു. അവർ വായിച്ചു കൂട്ടുന്നതൊക്കെ എൻ്റെ തലയിലോട്ട് വെച്ച് തരും എന്നുള്ളത് വേറൊരു കാര്യം. ഇത് കേട്ടപ്പോൾ സദസ്സിലാകെ കൂട്ടച്ചിരി ഉയർന്നു. നായനാര് ചിരിയൊക്കെ അടക്കിയിട്ട് നായനാർ പറഞ്ഞു, പെണ്ണുമ്പിള്ള പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അറിവ് ലഭിക്കും. നല്ല കാര്യമല്ലേ അത്? അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. പെണ്ണുമ്പിള്ളയെ പഠിക്കാൻ തടസ്സപ്പെടുത്തിയാൽ മറുപടിയെത്ത് കളയും എന്ന് നായനാർ ചിരിച്ചുകൊണ്ട് ഒരു അന്ത്യശാസനം കൊടുത്തു. സ്ത്രീ ശാക്തീകരണത്തിലേക്കുള്ള കേരളത്തിൻ്റെ പാത വെട്ടി തുറന്ന് സാക്ഷരതാ യജ്ഞം അങ്ങനെ അവിടെ തുടങ്ങിയായിരുന്നു. അറിവ് നേടാനുള്ള ആഗ്രഹത്തെ ആരും തടസ്സപ്പെടുത്താൻ പാടില്ല. പഠനത്തിനൊരു പ്രായപരിധിയുമില്ല. ഏത് ഏജിലും നമുക്ക് പഠിക്കാം, ഏത് പ്രായത്തിലും പഠിക്കാം. ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ ഏത് പ്രായത്തിലും നമുക്ക് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും കഴിയുമെന്നാണ് ഈ സംഭവം നമ്മളെ ബോധ്യപ്പെടുന്നത്. മരണം വരേക്കുള്ള പഠനമായിരിക്കണം ഏതൊരാളിൻ്റെയും ജീവിതം. സാക്ഷരത അല്ലെങ്കിൽ പഠനബോധം എന്ന് പറയുന്നത് കുഴിയിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുന്നതിന് മുമ്പ് വരെയുള്ള സംഭവ നിമിഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കണം. അത്തരം ഒരു യജ്ഞമായിരിക്കണം സാക്ഷരത എന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.